ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ചൂട്ടാട് അഴീക്കൽ പുളിമുട്ടിലേക്ക് ചൂണ്ടിടാൻ വന്നിട്ടാണുള്ളത്. അങ്ങനെ ഹലോ ബ്രോ, ഹായ് ഹലോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു, കുറച്ച് മത്സ്യം കിട്ടിയിരുന്നു. അപ്പോൾ വെയിൽ കുറച്ച് കഠിനമാകാൻ തുടങ്ങിയാലും നല്ല വിട്ടതാണ്. ഇതാണ് കിട്ടിയ മീൻ. എനിക്ക് കിട്ടിയ മീൻ ഇതാണ്. അത് നമ്മുടെ സ്നേഹിതന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അങ്ങനെ റിട്ടേൺ വരികയാണ്. അപ്പോൾ ചൂണ്ട ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മൊബൈൽ ആണ് കയ്യിൽ. പക്ഷേ ഒറ്റയ്ക്ക് തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചൂണ്ട ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം 2 മൊബൈൽ ഓൾറെഡി വെള്ളത്തിൽ പോയതാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ നിന്ന് മൊബൈലോട് കളിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ കല്ലിൻ്റെ മുകളിലോട്ട് മെല്ലെ നീങ്ങി. അവൻ ഇവിടെയൊക്കെ ഉണ്ട്, കുറച്ചാൾ ചൂണ്ടിടുന്നുണ്ട് ഇവിടെയൊക്കെ. ഇപ്പം വേലിയേറ്റത്തിൻ്റെ സമയമാണ്. ഇപ്പം നല്ല വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെള്ളത്തിൻ്റെ ഇതെല്ലാം മാറി. ഇപ്പം നല്ല മീൻ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ഫുൾ ആൾക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കാലത്തിപ്പോൾ ഒരു 10 മണി ആയതേ ഉള്ളൂ, 10 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കരയിലേക്ക് നടക്കുന്ന വഴിക്കൊക്കെ ഒരുപാട് ചൂണ്ടയിടുന്നുണ്ട്. നമ്മളിപ്പം ചൂട്ടാട് ബീച്ച് പാർക്കിലൂടെയാണ് പോകുന്നത്. ചൂട്ടാട് പാർക്കാണത്. പാർക്കിൻ്റെ അകത്തൂടെയാണ് അവിടെ വണ്ടി വെച്ചിട്ടുള്ളത്. വണ്ടി കുറച്ച് ദൂരെ വെക്കണം. അവിടെ ഒന്നും റോഡില്ല. ഉണ്ടായിരുന്നു അതുവഴി കല്ലിറക്കാൻ വന്ന റോഡുണ്ടായിരുന്നു, അത് ഫുള്ള് വേലിയേറ്റത്തിന് നല്ല കടൽ വന്ന സമയത്ത് അതൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ നമ്മളെ പാർക്കിൻ്റെ അകത്തോട്ട് നടന്നു പോവുക. ഇതൊക്കെ നമ്മളെ പരിചയമുള്ള കടകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്കൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു 4 വർഷം മുമ്പ്, 4, 5, 6 വർഷമായി, സോറി. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് പതുക്കെ മുമ്പോട്ട്. ഇത് നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. പക്ഷേ പറഞ്ഞിട്ട് ഇത് ശനി ഞായറാണ്. ഇപ്പം ആൾ ഫെസ്റ്റിവലുള്ള സമയത്ത്, വെക്കേഷൻ്റെ സമയത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെയാണ്. നമ്മുടെ വണ്ടിയുടെ സ്ഥലത്താറായി. നമ്മുടെ വണ്ടിയുടെ ഇതിന് പുറത്താണ് വെച്ചിട്ടുള്ളത്. ഇപ്പം ഏകദേശം മെയിൻ ഗേറ്റിനടുത്തെത്തി. കടലും ഇതൊക്കെ ആയിട്ട് സ്റ്റാളിൻ്റെ നേരെ ഏത് ഭാഗത്താണ്. ഇന്നൊക്കെ ഇന്നിപ്പം വൈകിട്ട് ആകുമ്പോഴേക്ക് ഫുൾ ആളാവും. ശനി ഞായറും നല്ല ആൾക്കാരാണ്. മറ്റേ വെക്കേഷൻ്റെ സമയത്തും പിന്നെ ആൾക്കാർ കുറവാണ് മറ്റുള്ള സമയത്തൊക്കെ. ഇതാണ് മെയിൻ ഗേറ്റിലേക്കുള്ള വഴി. അങ്ങനെ ഇവിടെ എത്തിക്കൊണ്ട് നിൽക്കുന്നു. ഓക്കെ, ഇവിടെയാണ് മെയിൻ ഗേറ്റ് വരുന്നത്. ഇത് പുതിയങ്ങാടി വഴി വരാം, പഴയങ്ങാടിയിൽ നിന്ന് മുട്ടം വഴി വന്ന് അങ്ങനെയും വരാം. ഇനി പയ്യന്നൂരിൽ നിന്ന് പാലക്കോട് വഴി എനിക്ക് മുട്ടം വഴി കയറിയിട്ട് അങ്ങനെയും വരാം. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡ് ടച്ച് ആയി. ഇതാണ്. പിന്നെ ഇന്ന് സ്റ്റിക്കൊന്നും എടുക്കാതെയാണ് വന്നത്. ഞാൻ സ്റ്റിക്ക് നമ്മുടെ ഇളയ മകന് കൊടുത്തു. അങ്ങനെ അവൻ്റെ കയ്യിലല്ലോ, സ്റ്റിക്ക് എടുക്കാതെ വന്നത്. സാധാ കഴിച്ചുകൊണ്ട് തന്നെയാണ് എനിക്കിഷ്ടം. ഇതാണ് മെയിൻ ഗേറ്റ്. ഇതാണ് മെയിൻ ഗേറ്റ്. പിന്നെ അടുത്തത് കിട്ടിയ മത്സ്യം ഇതാണ്. എന്നാൽ കാണിച്ചത് അത് ബേസനിലിട്ടതാണ് വീട്ടിൽ.